ഹായ്, എന്തെല്ലാം സുഖമല്ലേ? ഇന്ന് എങ്ങോട്ടേക്കാണല്ലേ? ഇന്നെൻ്റെ കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളത്. പക്ഷെ കുറേയായി നടക്കുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് അതിനുള്ള അവസരം ഒത്ത്. എങ്ങോട്ടേക്കാണല്ലേ? ചോറ്റാനിക്കരയിലേക്ക്. അങ്ങനെ ആലുവ മെട്രോയിലെത്തി തൃപ്പൂണിത്തുറയിലേക്കുള്ള മെട്രോയിൽ കയറിയിരിക്കുകയാണ്. മെട്രോൻ്റെ ലാസ്റ്റ് സ്റ്റേഷനായ തൃപ്പൂണിത്തുറ തന്നെയാട്ടോ നമുക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം തൃപ്പൂണിത്തുറയിലെത്തി. ഇനി ഇവിടെ നിന്ന് ചോറ്റാനിക്കരയിലേക്ക് നേരെ ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ അത് കിട്ടാൻ വേണ്ടി നേരെ നടക്കലാണ്. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിലൊട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷം ബസ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. അങ്ങനെ അമ്പലത്തിലെത്തി. ഇതാട്ടോ ചോറ്റാനിക്കര ക്ഷേത്രം. അങ്ങനെ ഞാൻ പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് ഉള്ളിലേക്ക് കയറാനുള്ള ലൈനിൽ നിൽക്കലായി. നല്ല തിരക്കാട്ടോ. മലയാളികൾ മാത്രമല്ല, വേറെ പുറത്തുനിന്നും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ തൊഴുത് പുറത്തിറങ്ങി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 ക്ഷേത്രമുണ്ട്. മേൽക്കാവും ഉണ്ട്, കീഴ്ക്കാവും ഉണ്ട്. മേൽക്കാവിലാണ് ഇപ്പോൾ കയറി തൊഴുതത്. ഇനിയിപ്പോൾ ഞങ്ങൾ കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെയും കയറി തൊഴുത് പുറത്തിറങ്ങി. അവിടെ ഉള്ളിൽ ഫോണോ ലോഡ് അല്ലാത്തതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് കേട്ടോ കീഴ്ക്കാവ്. ഇത് ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുക്കാനുള്ള എൻ്റെ ഒരു പ്രിപ്പറേഷൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ എന്തെങ്കിലും തണുത്തെന്തെങ്കിലും കുടിക്കാൻ വെച്ചു. അങ്ങനെ ബസ് കിട്ടി. ബസ്സിൽ കയറി നേരെ തൃപ്പൂണിത്തുറയിലേക്ക് പോവുകയാണ്. ഇനി അവിടെ നിന്ന് മെട്രോ കയറി തിരിച്ചു പോകണം. ഇവിടെ തന്നെ കേട്ടോ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ. മെട്രോയും റെയിൽവേ സ്റ്റേഷനും അടുത്തെടുക്കാം. അങ്ങനെ തൃപ്പൂണിത്തുറ മെട്രോയിലേക്ക് നടക്കലായി. എനിക്കും അവക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഞങ്ങൾ തിരക്കിട്ട് ഓടുമായിരുന്നു അങ്ങോട്ടേക്ക്. ഇതിവിടെ മെട്രോൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. മിറർ കണ്ടാൽ പിന്നെ നമ്മൾ വിടുമല്ലോ. ഓരോ പോസും കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അമ്പലത്തിൽ പോയതിൻ്റെ സന്തോഷമുണ്ട്. എന്തോ അമ്പലത്തിൽ പോയാൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ അല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു സമാധാനം അല്ലേ? ഇതും ഈ മെട്രോൻ്റെ ഉള്ളിലുള്ളതാണ്. ഇങ്ങനെ കുറേ കലാരൂപങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എന്ത് രസമാണെന്നറിയോ ഓരോന്നും കാണാൻ. റിയലിസ്റ്റിക് പോലെയുണ്ട്. കണ്ണൂർ തെയ്യം, കഥകളി, കുറേ കലാരൂപങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എൻ്റെ കുറേ ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു ചോറ്റാനിക്കരയിൽ പോകണം എന്നുള്ളത്. അത് സാധിച്ചതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ ബൈ ഗൈസ്, ടേക്ക് കെയർ.